ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ സൂപ്പർ കിങ്സ് ബാച്ചർ എല്ലാവരും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുള്ള നീറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാം ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാം പൊതുവെ എല്ലാവർക്കും ഭയങ്കര ടഫായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം നീറ്റ് 2025 ഇലക്ട്രോ കെമിസ്ട്രി എന്നൊരു ചോദ്യം വന്നിട്ടുള്ളൂ. ആ ഒരു ചോദ്യം നമുക്ക് ചെയ്തിട്ട് പിന്നെ നീറ്റ് 2024 ചോദ്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിന്റെ പ്രത്യേകത അല്ലേ. അതായത് നിങ്ങൾക്ക് ബോർഡ് എക്സാമും അതേപോലെ തന്നെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതായത് ദിവസം എന്ത് ചെയ്യുക, അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതിന്റെ നിങ്ങൾ ആ ഒരു ക്ലാസ് കാണുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആ യൂട്യൂബ് പേജിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക കാണുക. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നീറ്റ് 2025 ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കിക്കേ. If the molar conductivity of a 0.05 mole per liter solution of a monobasic weak acid is 90 Siemens centimeter square mole inverse. അതായത് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇറ്റ്സ് എക്സ്റ്റെന്റ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയെ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. എന്ത് ഇക്വേഷനാണ് പഠിച്ചത്? ആൽഫ ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി ബൈ ഇതെന്താ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ, ഏതൊരു കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി. ഇവിടെ ഏത് കോൺസെൻട്രേഷൻ എന്താ 0.05 ആ സമയത്തുള്ള മോളാർ കണ്ടക്ടിവിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് എന്ത് ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷേ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ആ ഒരു ഇതെന്താ മോണോബേസിക് വീക്ക് ആസിഡാ. അതായത് ഫോർ എക്സാമ്പിൾ H പ്ലസും A മൈനസും അതിൽ നിങ്ങൾക്ക് രണ്ടാളുടെയും കാറ്റിയോന്റെയും ആനിയോന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറിയുകയാണെങ്കിൽ, അതിലുള്ള അയോൺസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറിയുകയാണെങ്കിൽ അതിൽ ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ടോട്ടൽ സിസ്റ്റത്തിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടുമെന്നൊക്കെ നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ലിമിറ്റഡ് മോളാർ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു ഇതിലുള്ള 2 അയോൺസിന്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ആഡ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? അതായത് 349.6 പ്ലസ് 50.4 ആഡ് ചെയ്ത് എന്താ കിട്ടുക? 400 കിട്ടുക. അതേപോലെ ഈ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ, ഏതോ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 90. Therefore ആൽഫ ഈക്വൽ ടു 90/400 എഴുതി വെച്ചാൽ പോരെ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 0.225 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 3 മാർക്ക് ചെയ്യാം. എളുപ്പല്ലേ? ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഇപ്രാവശ്യം നീറ്റിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കാര്യം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് വരുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തിലോട്ട് കടക്കാം. നീറ്റ് 2024 ചോദിച്ച ചോദ്യം, കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. അതായത് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷന്റെ എന്ത് തന്നിട്ടുണ്ട്? പൊട്ടൻഷ്യൽ, അതായത് ഇ സെല്ല് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി കണ്ടുപിടിക്കണ്ടേ. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയും EMF-ഉം നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ മക്കളെ. പെട്ടെന്ന് പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞോളൂ. ΔG ഈക്വൽ ടു -NF ഇൻറ്റു ഇ സെല്ല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്തിട്ടുണ്ട്? ഇ സെൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺ എക്സ്ചേഞ്ച്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ റിയാക്ഷൻ എന്നാ പറയാ. എടാ ഇവിടെ എത്ര ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ചെയ്തേ? ഇവിടെ സിങ്ക് 0 എന്നുള്ള ആൾ സിങ്ക് 2+ ആയതല്ലേ. Fe2+ എന്നുള്ള ആൾ Fe ആയതല്ലേ. അപ്പൊ 2 ഇലക്ട്രോൺ ആണ് എക്സ്ചേഞ്ച് ചെയ്തത്. അവിടെ എന്നിന് എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. അതുകൊണ്ട് -2 ഇൻറ്റു F എന്താ? ഫാഡേസ് കോൺസ്റ്റന്റ്. അത് 96500 എന്നാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക. പക്ഷെ ക്വസ്റ്റ്യൻ ഈ വാല്യൂ തന്നത് കൊണ്ട് നിങ്ങൾ ഈ വാല്യൂ തന്നെ എടുക്കുക. എക്സാക്ട് വാല്യൂ ഈ ക്വസ്റ്റ്യൻ തന്ന വാല്യൂ ആണ് കേട്ടോ. 96487. ഈ സെൽ എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? ഈ ഒരു റിയാക്ഷന്റെ ഈ സെൽ എത്ര? 0.32 വോൾട്ട്. 0.32 വോൾട്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്താ? മാത്സ് നിങ്ങൾക്ക് അറിയാണെങ്കിൽ കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഇത് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക അറിയോ? -61,751 സംതിങ് ഒക്കെ ആയിരിക്കും കിട്ടുക. അത്രയും ജൂള്. നമ്മൾ ആൻസർ എല്ലാം കിലോ ജൂൾ പെർ മോൾ, ഒരു മോളിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ കിലോ ജൂൾ ആണെങ്കിലോ ബൈ 1000 ജൂളിനെ കിലോ ജൂളോട്ട് മാറ്റുക. ബൈ 1000 ചെയ്താൽ മതി. അതായത് -61.75 കിലോ ജൂൾ പെർ മോൾ നീതി കൂടെ എഴുതാം. അപ്പൊ ഏത് ഓപ്ഷനാ മാർക്ക് ചെയ്യുക? ഓപ്ഷൻ എ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാൻ പോകാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാൻ പോകാം? ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. മാസ് ഇൻ ഗ്രാം ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ബൈ പാസിംഗ്. എത്ര കറണ്ടാ പാസ് ചെയ്തത്?
9.6487 ആംപിയർ കറണ്ട് ത്രൂ എ വോൾട്ട്മീറ്റർ കണ്ടെയ്നിങ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫോർ 100 സെക്കൻഡ്. നമുക്ക് അറിയുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഇലക്ട്രോലൈസിസിൽ, അതായത് ഈ ഫാരഡേസ് ലോ വെച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞ ആ പോയിന്റ് എന്താ? എല്ലാവരും പറയൂ. നിങ്ങൾക്കറിയാം. അതായത് 1 ഫാരഡേ ആർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താലും അയാളുടെ ഇക്വലന്റ് മാസ് എന്താണോ അതാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. നിങ്ങൾ 1 ഫാരഡേ കോപ്പറിലോട്ട് CuSO4 അപ്ലൈ ചെയ്താൽ എത്ര കോപ്പറാ കിട്ടുകയെന്ന് അറിയോ? കോപ്പറിന്റെ ഇക്വലന്റ് മാസ് എന്താണോ അതാണ് കിട്ടുക. ഓക്സിജന്റെ അടുത്തോട്ട് അപ്ലൈ ചെയ്താലോ ഓക്സിജന്റെ ഇക്വൽ മാസ് എന്താണോ അതാണ് കിട്ടുക. അപ്പൊ ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരാൾക്കും നിങ്ങൾ 1 ഫാരഡേ അപ്ലൈ ചെയ്താൽ, 1 ഫാരഡേ ചാർജിന്റെ കേസ് അടക്കം, കറണ്ട് അല്ല പറയാം, 1 ഫാരഡേ ചാർജ് കൊടുത്താൽ, 1 ഫാരഡേ കുളമ്പ് കൊടുത്താൽ അയാളുടെ ഇക്വലന്റ് മാസ് എന്താണോ അതാണ് എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് 1 ഫാരഡേ മീൻസ് എത്ര കുളമ്പ തന്നിട്ടുണ്ടല്ലോ. അതായത് 96487 കുളം കൊടുത്താൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യുക? കോപ്പറിന്റെ ഇക്വൽ മാസ് ഡെപ്പോസിറ്റ് ചെയ്യുക. കോപ്പറിന്റെ ഇക്വൽ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? കോപ്പറിന്റെ അറ്റോമിക് മാസ് ബൈ വാലൻസി. എടാ ഇതിന്റെ വാലൻസി CuSO4 അല്ലേ? CuSO4 എന്ന് പറയുമ്പോൾ Cu2+ അല്ലേ? അപ്പൊ അതിന്റെ വാലൻസി ഫാക്ടർ എന്താ? 2 ആ. Cu2+. അതുകൊണ്ട് വാലൻസി ഫാക്ടർ 2 ആ. കോപ്പറിന്റെ അറ്റോമിക് മാസ് എത്ര? 63 ആ. അപ്പൊ അറ്റോമിക് മാസിനെ കൊണ്ട് വാലൻസി ഫാക്ടർ ഡിവൈഡ് ചെയ്താലാണ് ഇക്വലന്റ് മാസ് കിട്ടുക. അപ്പൊ ഏതൊരാൾക്കും 1 ഫാരഡ് അപ്ലൈ ചെയ്താൽ അയാളുടെ ഇക്വലന്റ് മാസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാം. ഇക്വൽ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? കോപ്പറിന്റെ അറ്റോമിക് മാസ് ബൈ കോപ്പറിന്റെ വാലൻസി ഫാക്ടർ. ഇവിടെ CuSO4 ആയതുകൊണ്ട് കോപ്പറിന്റെ വാലൻസി ഫാക്ടർ എന്താ? Cu2+. അതുകൊണ്ട് വാലൻസി ഫാക്ടർ 2 ആണ്. അപ്പൊ അറ്റോമിക് മാസിനെ കൊണ്ട് ബൈ 2 ചെയ്യുക. 63/2 ചെയ്ത് എന്താ കിട്ടുക? 31.5 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാരും പറഞ്ഞു തരൂല. എല്ലാവർക്കും അറിയണം. 1 ഫാരഡ് അപ്ലൈ ചെയ്താൽ ഇത്രയും ഗ്രാമാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. നമ്മൾ എത്ര അപ്ലൈ ചെയ്തത്? നമ്മൾ ഇത്രയും കറണ്ട് 100 സെക്കൻഡിലോട്ട് അപ്ലൈ ചെയ്തു. എങ്ങനെയാണ് മക്കളെ ചാർജ് കണ്ടുപിടിക്കുക? ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുക? Q=IT എന്നല്ലേ? കറണ്ട് ഇൻറ്റു ടൈം ആണെന്ത്? ചാർജ്. കറണ്ട് എത്ര മക്കളെ? 9.6487 ആംപിയറാ. ടൈം എത്ര? 100 സെക്കൻഡാ. അപ്പൊ 9.6487 ഇൻറ്റു 100 ചെയ്താൽ പോരെ? 9.6487 ഇൻറ്റു 100 ചെയ്താൽ എന്താ കിട്ടുക? 964.87 അല്ലേ കിട്ടുക? അല്ലെ? 964.87 കിട്ടുക. നമുക്ക് അറിയുന്നൊരു പോയിന്റ് ഉണ്ട്. ഇത്രയും കുളമ്പ് കൊടുത്താൽ 31.5 ആ. അങ്ങനെയാണെങ്കിൽ 964.87 കൊടുത്താലോ? എടാ ഇതേ ഡിവൈഡ് ബൈ 100 ചെയ്താലല്ലേ അത് കിട്ടുക. അപ്പൊ ഇതേപോലെ ഇതും നിങ്ങൾ ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പൊ ആൻസർ കിട്ടും. എന്ത് കിട്ടും? 0.315 ഗ്രാമാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ബി മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഡയറക്റ്റ് നിങ്ങൾ ഫാരഡേസിലോട്ട് പഠിച്ച ഇക്വേഷൻ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്താലും ആൻസർ സെയിം തന്നെ കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേർണസ്റ്റ് ഇക്വേഷൻ നല്ലപോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. The correct value of cell potential in volt for the reaction that occur when the following 2 half cell are connected. 2 ഹാഫ് സെല്ല് തന്നിട്ടുണ്ട്. രണ്ടും കണക്ട് ചെയ്തപ്പോൾ ഒരു കംപ്ലീറ്റ് സെല്ല് കിട്ടി. ആ കംപ്ലീറ്റ് ആയ സെല്ലിന്റെ EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല മക്കളെ. EMF പറ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ആരാ കാഥോഡ് ആരാ ആനോഡ് നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾക്ക് അറിയാം കാഥോഡിലാണ് റിഡക്ഷൻ നടക്കുക, ആനോഡിൽ ഓക്സിഡേഷനാണ് നടക്കുക. അപ്പം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണോ കൂടുതൽ അയാൾ കാഥോഡും, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണോ കുറവ് അയാൾ ആനോഡും. അപ്പൊ നിങ്ങൾ ഒറ്റ ഇക്വേഷനെ പഠിക്കണ്ടേ? കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആനോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്താൽ മതി. അപ്പൊ കാഥോഡ് ഏതാ ആനോഡ് ഏതാന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾ കാഥോഡും ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾ ആനോഡും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ തന്ന വാല്യൂ നോക്കിയിട്ട് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആരാണോ അതിന് കാഥോഡായിട്ടും ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആരാണോ അതിന് ആനോഡായിട്ടും എടുത്തിട്ട് അത് രണ്ടും മൈനസ് ചെയ്താൽ മതി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, തന്നിട്ടുള്ള വാല്യൂ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെയാണെന്ന് ഉറപ്പിക്കണം. ഇത് നോക്കിക്കേ, Fe2 + Fe റിഡക്ഷനാ. അതേപോലെ ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ എന്താ കിട്ടുക? ഇയാളുടെ +6 ആ കിട്ടുക. ഇവിടെ എന്താ +3 ആ. +6 +3 ആ റിഡക്ഷനാ. 2 + 0 ആവുക, അതും റിഡക്ഷനാ. അപ്പൊ രണ്ടും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഉറപ്പിച്ചത് കൊണ്ട് രണ്ടും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. അപ്പൊ അതൊന്ന് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലോവർ മൈനസ് ചെയ്താൽ മതി. അതായത് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആരാ? 1.33 മൈനസ് ലോവർ ആരാ? -0.44. അതായത് 2 മൈനസ് വരുമ്പോൾ പ്ലസ് അല്ലേ ചെയ്യുക. ഇത് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? ഓപ്ഷൻ എ ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം.
ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നീറ്റ് 2023 ചോദിച്ച ചോദ്യമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. കണ്ടക്ടിവിറ്റി തരും, റെസിസ്റ്റൻസ് തരും, എന്നിട്ട് സെൽ കോൺസ്റ്റന്റ് ചോദിക്കുക. അവർ തിരിച്ചു മറിച്ചുള്ള റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയൂലേ? കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് എന്നുള്ള ഇക്വേഷൻ അറിയാത്തൊരു ക്ലാസ്സിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ പഠിപ്പിച്ചതാ. അതായത് കണ്ടക്ടിവിറ്റി, ഇതാണ് കണ്ടക്ടിവിറ്റി കാപ്പ, ഇതാണ് കണ്ടക്ടൻസ് ജി. കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കേ, കണ്ടക്ടിവിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പക്ഷെ കണ്ടക്ടൻസ് തന്നിട്ടില്ല. കണ്ടക്ടൻസിന് പകരം റെസിസ്റ്റൻസ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വേറെ ഇക്വേഷൻ അറിയാം. എന്ത് കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ എന്താ? കണ്ടക്ടൻസ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജിക്ക് പകരം അതിന്റെ 1/r എന്ന് എടുക്കാം. നിങ്ങൾ പഠിച്ചതാ മക്കളെ. അത് നമുക്ക് വേറെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാം. കാരണം ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത് തന്നു, ഇത് തന്നിട്ടില്ല, ഇതാണ് ചോദ്യം. അപ്പം ഇതിന് പകരം ജിക്ക് പകരം 1/r എന്ന് എഴുതാം. അപ്പൊ 1r തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസിന് പകരം 1 റെസിസ്റ്റൻസ് എന്ന് എഴുതാം, ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. അപ്പൊ സെൽ കോൺസ്റ്റന്റ് എന്താ? സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ഇവിടെ വെക്കുക, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? മതി. അതായത് കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി. കണ്ടക്ടിവിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.0210, റെസിസ്റ്റൻസും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 60 ഓം. ചെയ്ത് നോക്കിയാൽ 1.26 സെന്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടും. സെൽ കോൺസ്റ്റന്റ് യൂണിറ്റ് സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ലേ? ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താ മക്കളെ? സെൽ കോൺസ്റ്റന്റ് മീൻസ് ലെങ്ത് ബൈ ഏരിയ എന്നല്ലേ? ലെങ്ത് സെന്റിമീറ്റർ, ഏരിയ എന്താ? സെന്റിമീറ്റർ സ്ക്വയറാ. അത് രണ്ടും കട്ട് ചെയ്താൽ 1 സെന്റിമീറ്റർ, അതായത് സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. 5 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ വീണ്ടും പറയാണ്, നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യം അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോസും കാര്യങ്ങളും കാണുക, അതൊക്കെ റെഫർ ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം ഇതേപോലെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ഈ സൂപ്പർ കിങ്സ് എന്നുള്ള ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ബോർഡ് എക്സാം ആയിക്കോട്ടെ, അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. ഓക്കെ, ചുമ്മാ ബാച്ച് ജോയിൻ ചെയ്തൊന്നും കാര്യമില്ല. ബാച്ച് ജോയിൻ ചെയ്തതിന് ശേഷം ടീച്ചേഴ്സൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഹാപ്പി ആയിരിക്കും ഉറപ്പാ. ഓക്കെ, നല്ലപോലെ പഠിക്കുക. ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻസും വേറെ ട്രിക്സും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പേജിൽ വീണ്ടും എന്ത് ചെയ്യും? വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് കറക്റ്റ് എന്ത് ചെയ്യുക? ഈ ഒരു പേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.